ഉൽപ്പത്തി അധ്യായം 4. കായേനും ആബേലും. ആദം തൻ്റെ ഭാര്യയായ ഹവ്വായോട് ചേർന്നു. അവൾ ഗർഭം ധരിച്ചു, കായേനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, കർത്താവ് കടാക്ഷിച്ച് എനിക്ക് പുത്രനെ ലഭിച്ചിരിക്കുന്നു. പിന്നീട് അവൾ കായേൻ്റെ സഹോദരൻ ആബേലിനെ പ്രസവിച്ചു. ആബേൽ ആട്ടിടയനും കായേൻ കൃഷിക്കാരനുമായിരുന്നു. ഒരിക്കൽ കായേൻ തൻ്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിച്ചു. ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടുത്തേക്ക് കാഴ്ചവെച്ചു. ആബേലിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു. എന്നാൽ കായേനിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. ഇത് കായേനെ അത്യധികം കോപിപ്പിച്ചു. അവൻ്റെ മുഖം കറുത്തു. കർത്താവ് കായേനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നതെന്തുകൊണ്ട്? നിന്റെ മുഖം വാടിയിരിക്കുന്നതെന്തുകൊണ്ട്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താൽപ്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. ഒരു ദിവസം കായേൻ തൻ്റെ സഹോദരൻ ആബേലിനോട് പറഞ്ഞു, നമുക്ക് വയലിലേക്ക് പോകാം. അവർ വയലിലായിരിക്കെ കായേൻ ആബേലിനോട് കയർത്ത് അവനെ കൊന്നു. കർത്താവ് കായേനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ. സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ? എന്നാൽ കർത്താവ് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു. നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരൻ്റെ രക്തം കുടിക്കാൻ വായ് പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല. നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും. കായേൻ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണ് ഈ ശിക്ഷ. ഇന്ന് അവിടുന്ന് എന്നെ ഈ സ്ഥലത്ത് നിന്ന് ആട്ടിപ്പായിച്ചിരിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഞാൻ ഒളിച്ചു നടക്കണം. ഞാൻ ഭൂമിയിൽ ഉഴലുന്നവനായിരിക്കും. കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും. കർത്താവ് പറഞ്ഞു, ഒരിക്കലുമില്ല. കായേനെ കൊല്ലുന്നവൻ്റെ മേൽ 7 ഇരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും. ആരും കായേനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവൻ്റെ മേൽ ഒരടയാളം പതിച്ചു. കായേൻ കർത്താവിൻ്റെ സന്നിധി വിട്ട് ഏദെന് കിഴക്ക് നോദ് ദേശത്ത് വാസമുറപ്പിച്ചു. കായേൻ്റെ സന്താന പരമ്പര. കായേൻ തൻ്റെ ഭാര്യയുമായി ചേർന്നു. അവൾ ഗർഭം ധരിച്ച് ഹെനോക്കിനെ പ്രസവിച്ചു. കായേൻ ഒരു നഗരം പണിതു. തൻ്റെ പുത്രനായ ഹെനോക്കിൻ്റെ പേര് അതിന് നൽകി. ഹെനോക്കിന് ഈരാദും ഈരാദിന് മെഹയൂയായേലും ജനിച്ചു. മെഹയൂയായേലിന് മെതുശായേലും മെതുശായേലിന് ലാമെക്കും ജനിച്ചു. ലാമെക്കിന് 2 ഭാര്യമാരുണ്ടായിരുന്നു, ആദായും സില്ലായും. ആദായുടെ മകനായിരുന്നു യാബാൽ. കൂടാരവാസികളുടെയും അജപാലകരുടെയും പിതാവായിരുന്നു അവൻ. അവൻ്റെ സഹോദരൻ്റെ പേര് യൂബാൽ. കിന്നരവും വേണുവും വായിക്കുന്നവരുടെ പിതാവായിരുന്നു അവൻ. സില്ലായ്ക്കും ഒരു പുത്രനുണ്ടായി, തൂബൽ കയീൻ. ചെമ്പുപണിക്കാരുടെയും ഇരുമ്പ് പണിക്കാരുടെയും പിതാവായിരുന്നു അവൻ. തൂബൽ കയീന് നാമ എന്നൊരു സഹോദരിയുണ്ടായിരുന്നു. ലാമേക്ക് തൻ്റെ ഭാര്യമാരോട് പറഞ്ഞു, ആദായെ, സില്ലായെ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ. ലാമേക്കിൻ്റെ ഭാര്യമാരെ, എനിക്ക് ചെവി തരുവിൻ. എന്നെ മുറിപ്പെടുത്തിയ ഒരുവനെയും എന്നെ അടിച്ച ഒരു ചെറുപ്പക്കാരനെയും ഞാൻ കൊന്നുകളഞ്ഞു. കായേൻ്റെ പ്രതികാരം 7 ഇരട്ടിയെങ്കിൽ ലാമക്കിൻ്റേത് 70 ഇരട്ടിയായിരിക്കും. ആദം വീണ്ടും തൻ്റെ ഭാര്യയോട് ചേർന്നു. അവളൊരു പുത്രനെ പ്രസവിച്ചു. സേത്ത് എന്ന് അവന് പേരിട്ടു. കാരണം കായേൻ കൊന്ന ആബേലിന് പകരം എനിക്ക് ദൈവം തന്നതാണ് അവനെന്ന് അവൾ പറഞ്ഞു. സേത്തിനും ഒരു പുത്രൻ ജനിച്ചു. സേത്ത് അവനെ എനോഷ് എന്ന് വിളിച്ചു. അക്കാലത്ത് മനുഷ്യർ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി.